ഹലോ. ഹലോ, ആ മൻസൂറിനാണ് ആൾക്കാരല്ലേ? അതെ. ഇത് തിരുവനന്തപുരത്ത് നിന്നാ. അത് ശരി. പറയൂ. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാ. ആ ഏത് വീഡിയോ? നിങ്ങള് സക്കാഫികളെ തള്ളി കാന്തപുരം ആ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ? ആ ആ ആ ആ അതില് നിങ്ങൾ പറയുന്നുണ്ട്, പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലും മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നോ? ആ വീഡിയോ പൂർണ്ണമായിട്ടും താങ്കൾ കണ്ടോ? ആ വീഡിയോ പൂർണ്ണമായിട്ടും താങ്കൾ കണ്ടായിരുന്നോ? ഞാൻ ആ പറഞ്ഞു. വീഡിയോ പൂർണ്ണമായിട്ടൊക്കെ കണ്ടു. ആ ശരി ശരി. താങ്കളുടെ പേരെന്താ? എന്റെ പേര് ഹാഷിം. ഹാഷിം. ഹാഷിം സഖാഫി അല്ലേ? അതെ അതെ. അപ്പൊ ഹാഷിം സഖാഫി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടു. അപ്പൊ അതില് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചു. അതിലെന്താണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? നിങ്ങളുടെ ഉസ്താദാണല്ലോ. ഏത് ഭാഗമാണ് ഞാൻ ശ്രദ്ധിച്ചത്? എല്ലാ ഭാഗം ശ്രദ്ധിച്ചു. ഇനി ശ്രദ്ധിച്ച ഭാഗം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗം ഏതാ? അല്ല, അതില് തുടക്കത്തിൽ തന്നെ കാന്തപുരം ഉസ്താദ് പറയുന്ന കാര്യങ്ങളാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെ വീഡിയോയിൽ കാണിച്ചതല്ല, ഞാൻ ആ പരിപാടി നടക്കുന്ന ആ വീഡിയോ ഫുള്ളും അതിനുശേഷം ഞാൻ എടുത്ത് കണ്ടു. ആ പരിപാടിയിലുള്ള ബാക്കിയിൽ ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗത്ത് തന്നെ അള്ളാഹുവിനെ പിന്നെ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിച്ചിട്ടില്ല എന്ന് ഉസ്താദ് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം കട്ട് മാറ്റിയിട്ട് മക്കയിലെ മുസ്ലിം വിശ്വസിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്. ഹാഷിം ഉസ്താദെ, അത് വേറെ അള്ളയാണ് എന്നുള്ളത് കാന്തപുരം ഉസ്താദ് എവിടെയെങ്കിലും പറഞ്ഞോ? വേറെ അള്ളയാണ് എന്നുള്ളത് കാന്തപുരം ഉസ്താദ് എവിടെയെങ്കിലും പറഞ്ഞോ? എവിടെ പറഞ്ഞോന്ന്? ആ പ്രസംഗത്തിൽ പറഞ്ഞോന്നാ? വേറെ അള്ളയാണെന്ന്. വേറെ അള്ളയാണെന്ന്? അതെ, എനിക്ക് മനസ്സിലായി. ഈ വേറെ അള്ള എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് വിഷയം പറയാം. അതായത് ഇപ്പം ഏകദേശം മതം ആൾക്കാരും, മുസ്ലിം ആവട്ടെ അല്ലാത്തവരാകട്ടെ, പിന്നെ ഏകദേശം മതത്തിന്റെ ആളുകളും ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതെ. അവരൊക്കെ അവരുടെ പിന്നെ ഇപ്പൊ എന്താ പറയാ, ആ ഒരു ശക്തിക്ക് പല പേരുകളും വിളിക്കുന്നുണ്ട്. എന്നതുപോലെ അറേബ്യയിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർ വിശ്വസിച്ചിരുന്ന, പിന്നെ അവരാ കുറെ ബിംബങ്ങൾ ആരാധിച്ചു. പല രൂപത്തിലാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതൊക്കെ ഇമാം റാസിയും ഇമാം നബവിയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു. വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ മക്കാ മുശ്രിക്കീങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു. അള്ളാഹുവിന് മക്കൾ ഉണ്ടായിരുന്നു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നും അങ്ങനെ പല രൂപത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു. ഓക്കെ. എന്നിട്ട് അവർ വിശ്വസിച്ചിരുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്നും അവർ വിശ്വസിച്ചിരുന്നു. ശരി. അവർ അതിന് അള്ളാഹു എന്ന പേര് കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് പിന്നെ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പിന്നെ വിശ്വസിച്ചിരുന്നതെന്ന് കിട്ടോ? ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ? എനിക്ക് ഞാൻ പറയട്ടെ. അപ്പം ചോദ്യം ചോദിച്ചില്ല, അതിന് മറുപടി പറയണ്ടേ? ഞാന് അത് പറയാൻ നിൽക്കി. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു സാഹചര്യത്തിൽ അത് വേറെ അള്ളയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹാഷിം ഉസ്താദിന് അതായത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലാവാതെയാണോ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഞാൻ അതിങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് താങ്കൾ എന്റെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കെതിരെ പല ആളുകളും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഇതിന് നമ്മൾ സംസാരിച്ചിട്ട് നേരം വെളുക്കോളം സംസാരിച്ചാലും എവിടെ എത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചതിനാണെങ്കിൽ എന്റെ വീഡിയോക്ക് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അതിന് മറുപടിയായിട്ട് ഞാൻ വീഡിയോ വീണ്ടും ഇട്ടിട്ടുണ്ട്. അതായത് അവിടെ സംസാരിച്ച വിഷയം മാളിയേക്കൽ സഖാഫിയും അതുപോലെ തന്നെ മണ്ണാർക്കാട് സംവാദം എന്റെ നാട്ടിലാണ്. മാളിയേക്കൽ സഖാഫിയും അലവി സഖാഫിയും ഒക്കെ വന്ന ആ പ്രോഗ്രാമിൽ അവർ വേറെ അല്ല എന്നാണ് പറയുന്നത്.
ആയിക്കോട്ടെ. എന്നാൽ എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ച മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ആ ഒരു ചാനലിലുള്ള മർക്കസ് നടത്തുന്ന ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസിൽ സംസാരിച്ച ആ വീഡിയോയില് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കില് എവിടെയും AP അബൂബക്കർ മുസ്ലിയാര് അത് വേറെ അള്ളയാണെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി ഞാൻ പറയട്ടെ. ആ വീഡിയോയിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. ആ വീഡിയോയിലുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ്? പിന്നെ ഞാൻ പറയട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതെന്ന് എപ്പിസോഡ് പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പറയുന്നുണ്ടോ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഞാൻ പറയട്ടെ വേറെ അള്ള ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് പറയുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് ചരിത്രമല്ല, ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ അതിന് വ്യക്തമായിക്കൊണ്ട് വീണ്ടും ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് AP ഉസ്താദ് നിങ്ങൾ പറയുന്നു, നിങ്ങളിപ്പോ ഒരു ന്യായീകരണം നടത്തി. അതായത് AP ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പിന്നെ അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നത് എന്ന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടോന്ന് എന്റെ ചോദ്യം. പറയുന്നുണ്ടോന്ന് മറ്റും നിങ്ങൾ ചോദിച്ചു. അല്ല, പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ അത് വേറെ അള്ളാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ ഞങ്ങൾ പണ്ടേ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? അല്ല, പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ അത് വേറെ അള്ളാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ ഞങ്ങൾ പണ്ടേ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചാൻ പറയട്ടെ, പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അതാണ് ആമുഖത്തിൽ പറഞ്ഞത്. പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആ ശക്തിക്ക് ഇപ്പം പലരും പല പേരും പറയുന്നുണ്ട്. അതുപോലെ മക്കയിലുള്ള അറബികളിൽപ്പെട്ടവരിൽ കുറെ ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തിക്ക് അവർ അള്ളാഹ് എന്ന് പേരിട്ടത് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹു ആകും. അതെ. അപ്പൊ ആഷിം ഉസ്താദെ, ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും മഴ വർഷിക്കുന്നതും ഭക്ഷണം നൽകുന്നതും ഒക്കെ അവര് പേരിട്ട് വിളിച്ച ആ അള്ളാഹു ആണ്, ഉറപ്പല്ലേ? ഏത് അള്ളാഹു? ഈ പരിശുദ്ധ ഖുർആൻ പറയുന്ന അങ്ങനെയാണ്. നിങ്ങൾ സുമർ എടുക്കുക അല്ലെങ്കിൽ അങ്കബൂത്ത് എടുക്കുക. നിക്ക് അങ്ങനെ പറഞ്ഞു പോവല്ലേ. അവിടെ അള്ളാഹു എന്ന് പറയുന്നത് ഈ മക്ക മുശ്രിക്കുകൾ മനസ്സിലാക്കിയ ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിനവർ അള്ളാഹു തന്നെയാണോ പറഞ്ഞിരുന്നത്? അതല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അത് അള്ളാഹ് ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചല്ല. ഇവർ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്ക് വാതിലുണ്ടോ? നിഷേധിക്കുന്നില്ലല്ലോ ഞങ്ങള്. ഇവര് മറ്റു ആളുകളെയും മറ്റു ആളുകളെയും അങ്ങനെ പറഞ്ഞു പോകണ്ടേ? നിങ്ങള് സ്ഥാപിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾ ചിരിച്ചിട്ട് അങ്ങൊഴിഞ്ഞു മാറി പോയിട്ട്. ഞാനൊരു വിഷയം പറയാം, കാരണം ഞാനിപ്പോ എന്റെ പറയായിട്ടൊന്നും ന്യായീകരണം പറയുന്നില്ല. ഒരു വിഷയം ഞാൻ പറയാം. ഇമാം നബവി റഹിമഹുല്ല തന്റെ ശറഹ് മുസ്ലിമില് ഒരു വിഷയം ഇങ്ങനെ പ്രതിപാദിച്ചിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഓരോരുത്തരുടെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശബ്ബഹു വജസ്സമഹു മിനൽ യഹൂദി അങ്ങനെ വിഷയം പറഞ്ഞു.
പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഫമഅബൂദുഹുമുല്ലദീ അബദൂഹു ലൈസ ഹുവല്ലാഹ്. ഈ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്നത് അത് അള്ളാഹുവിനെ അല്ല. ഇൻ സമ്മൗ ബിഹി, അവർ അള്ളാഹ് പേര് വെച്ചത് കൊണ്ട് അള്ളയല്ല. ഇമാം നബവി പറയണത് ഞങ്ങൾ അംഗീകരിക്കണോ അതാ നിങ്ങൾ പറയണത് ഞങ്ങൾ അംഗീകരിക്കണോ? അപ്പോ അവര് പറയുന്ന അള്ളാഹ് എന്ന് അല്ല നിക്ക് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ പറഞ്ഞു. നിനക്ക് പറയട്ടെ, നിങ്ങൾ എന്തിനാണ് വൈബ്രന്റ് ആവുന്നത്? നിങ്ങൾ ഒന്ന് ക്ഷമയോടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. നിങ്ങളൊരു എന്നെ പോലുള്ള ആളല്ലോ, നിങ്ങളൊരു സഖാഫത്ത് സുന്നിയയിൽ പഠിച്ചിറങ്ങിയ സഖാഫി അല്ലേ, നിങ്ങളൊരു ക്ഷമ കാണിക്കേ. നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ. അതായത് മക്ക മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ കുറെ ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളിൽ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ലാത്ത ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്, ലാത്ത അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അവര് വിശ്വസിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇമാം നബവി ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ല. എന്റെ ആദ്യത്തെ വീഡിയോ പറയട്ടെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് നിങ്ങളൊരു സഹിഷ്ണുത കാണിക്കണം. എന്റെ വീഡിയോ രണ്ടും നിങ്ങൾ കാണാതെ ഏതോ ഒരു മുറിമൊല്ല പറഞ്ഞ അതിന് ബാക്കിയായിട്ടാണ്. കാരണം നിങ്ങളെ വീഡിയോ പലതും പൂർണ്ണമായിട്ട് കേൾക്കുകയും മറുപടി പറയാൻ പറ്റുന്നതിനൊക്കെ മറുപടി ഞാൻ എന്റെ യൂട്യൂബിൽ ചെറിയ രൂപത്തിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളെ വീഡിയോ കേൾക്കുന്നില്ല. സൂറത്ത് യൂസുഫ്, ഒരു മിനിറ്റ്, സൂറത്ത് യൂസുഫ് 106-ാമത്തെ ആയത്ത്. ഓക്കെ, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ അവനോട് പങ്കു ചേർക്കുന്നവരായും കൊണ്ടല്ലാതെ. ആരല്ലേ ഇത്? മക്ക മുശ്രിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ആളുകളല്ല, അന്നത്തെ മക്ക മുശ്രിക്കുകളെയാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം വാദിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താണ് പറയുന്നത്? സൂറത്ത് യൂസുഫിന്റെ പറയട്ടെ. സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നത് 12-ാമത്തെ സൂറത്ത്, അതിലെ 106-ാമത്തെ ആയത്ത് നിങ്ങൾ എടുക്കൂ, വായിക്കൂ, അതിന്റെ അർത്ഥം ഒന്ന് വെച്ചേരും. ലഫ്ലും വെച്ചിട്ടൊന്ന് അർത്ഥം വെച്ചേരും. അപ്പൊ അതിൽ പറയുന്നത് അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ആര്? മക്ക മുശ്രിക്കുകളെ. അവർ അവനോട് പങ്കു ചേർക്കുന്നവരായി കൊണ്ടല്ലാതെ. ഇനി നിന്ന് കഴിഞ്ഞിട്ടില്ല. അൻകബൂത്ത് 63 ആകാശത്തു നിന്നും വെള്ളം ഇറക്കിയിട്ട്, അത് മഴ എന്ന് ബ്രാക്കറ്റ് ഉണ്ട്, അതുമൂലം ഭൂമിയെ അത് നിർജീവമായതിനു ശേഷം ജീവിപ്പിക്കുന്ന ഉൽപാദന യോഗ്യമാക്കുന്നവൻ ആരാണ് എന്ന് ആരോട് മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ നീ ചോദിക്കുന്ന പക്ഷം നിശ്ചയമായും അവർ പറയും അള്ളാഹു ആണ് എന്ന്. ആ അല്ല ഏതാണ്? കഴിഞ്ഞിട്ടില്ല. ഇതിന് മറുപടി അറിയും ആരാണ്. അതിന്റെ പറഞ്ഞു. അപ്പോ ഈ ആയത്തൊക്കെ കണ്ടവരാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. ഇമാം നബവി അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ ആ ആയത്ത് കണ്ടു, അതിനുള്ളത് പറഞ്ഞോളൂ. ഇനി ഇമാം നബവി മാത്രമല്ല പറയണത് അംഗീകരിക്കണോ? അതല്ല, പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കും. പരിശുദ്ധ ഖുർആനൊക്കെ മനസ്സിലാക്കി ഇമാം നബവി ഖുർആനെതിര് പറയേ. ഖുർആനെതിരെ എന്താ പറഞ്ഞത്? എതിര് പറയുന്നാണ് നിങ്ങൾ പറയുന്നത്. വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനേലും കിട്ടുമെന്നുള്ളതിന്റെ വിഷയമല്ല, നിങ്ങളെ എന്തിനേലും കിട്ടോ എന്നുള്ളതിന്റെ വിഷയമല്ല. ഞാനിവിടെ സൂറത്ത് യൂസുഫിന്റെ പറഞ്ഞു കേക്കെ, എനിക്ക് ഇമാമത്തുള്ളതാണ്. ഇങ്ങക്ക് ഇമാമത്തിന് ഉണ്ടാകും, അത് കുഴപ്പമില്ല. സൂറത്ത് യൂസുഫിൽ ആശിമ് സഖാഫിയെ, സൂറത്ത് യൂസുഫില് അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ അവനോട് പങ്കുചേർക്കുന്നവരായും കൊണ്ടല്ലാതെ. ആ അവരാരാണ്? ആ അള്ളാഹു ആരാണ്? നിങ്ങൾ അപ്പൊ അതിന് സൂറത്തിന് ഇമാം നബവി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ട് വാ. അല്ലാണ്ട് ഇമാം നബവിയുടെ ഗ്രന്ഥം മാത്രം പഠിച്ച് ഇസ്ലാം പൂർത്തിയാവുന്നതാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം തന്നു. ഞാൻ പരിശുദ്ധ ഖുർആനിലത്തെ ആശിം സഖാഫി ഇവിടെ ചൂടൊന്നുമില്ല, അജാതി പണിയൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ 2 ആയത്ത്, അൻകബൂത്തത്തെയും യൂസുഫിനെയും പറഞ്ഞു. ഇനി പറയട്ടെ, അല്ലേ ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾ ചോദിച്ചതിന് മറുപടി നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഞാൻ സഹിഷ്ണുതയായി കേട്ടില്ലേ? കേട്ടു. മറുപടി ആയത്തെല്ലാം കണ്ട ആളാണ് ഇമാം നബവി. പിന്നെയും പറഞ്ഞു ഇമാം നബവി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇമാം നബവി മാത്രമല്ല. പഠിച്ച
വിശദീകരിച്ചവരാണ് ഇമാം നബവി. ആയിക്കോട്ടെ. ആ ഇമാം നബവി പറയുകയാണ് ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്, അവരാരാധിച്ചിരുന്ന അള്ളാഹുവിനെ അല്ല. അവർ അള്ളാന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ല. അപ്പൊ അള്ളാന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണ് അർത്ഥം? അല്ല, അള്ളാന്ന് പറഞ്ഞാൽ നിർത്ത് ആശിം സക്കാഫിയെ. അല്ല നിക്കേ, അള്ള പുല്ലിംഗല്ല ശ്രീലങ്കല്ല ബഹുവചനല്ല. അള്ളാന്നുള്ളതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മലയാളത്തിൽ എന്തേലും പറഞ്ഞു പോയി കാര്യമല്ലോ. അള്ളാന്നുള്ളതിന്റെ അർത്ഥം എന്താ? അത് പറഞ്ഞോ. അങ്കബൂത്ത് യൂസുഫ് ഒക്കെ അവിടെ കിടക്കട്ടെ. അങ്കബൂത്തും നിങ്ങൾ അള്ളാഹുവിന് ഏക ഇലാഹിന് അവന്റെ വഹദാനിയത്തില് കളങ്കം ചാർത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നിങ്ങളെയും കൂടി കഴിയില്ല. പറഞ്ഞോ, അള്ളാന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്റെ അള്ളാഹു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? സക്കാഫിയുടെ കളി ഇങ്ങോട്ട് നടക്കൂല. ഞാനൊരാളെ പറഞ്ഞത് വീണ്ടും പറയുന്നു, ഇത് പുലിമതയാണ്. ഇത് പുലിമതയാണ് ആശിമേ. എ പി ഉസ്താദിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞു. തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു എന്ന് എ പി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വോയിസ് പുറത്തു വിടുമ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. പക്ഷെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹ് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം അള്ളാഹുവിനെ അറിയാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ആ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ ഇടയിൽ വലിയ വിശ്വസ്തരായിരുന്നു. ഈ വോയിസ് നാളെ പുറത്തു വരുമ്പോ അതില് താങ്കൾ ഈ പറഞ്ഞതിന് ശേഷം എ പി എന്താണ് പറഞ്ഞത് പറഞ്ഞതെന്നുള്ളത് ഒന്നും കൂടി കുറെ ആളുകൾക്ക് മനസ്സിലാവും. ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല, അള്ളാഹുവിന് പേര് നൽകിയിട്ടുണ്ടെങ്കിലും ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല എന്ന് പറയുന്നു. എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നു. അള്ളാഹു എന്നാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അറബികളായിരുന്നു. അവർക്ക് അള്ളാഹ് എന്ന വാക്കിന്റെ അർത്ഥം അറിയും. എന്താണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം? അതായത് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പിടിച്ചു
ഒരുത്തനെ പോലീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കി എന്താണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരാളെ ഞാൻ ഒരു വിഷയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നെ പഠിപ്പിക്കാൻ പഠിച്ചതല്ലേ? സഖാഫത്ത് സുന്നിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ അണക്ക് ഞാൻ പഠിപ്പിച്ചു തരേ എന്താണ് അള്ളാഹു എന്നുള്ളതിന്റെ അർത്ഥം. ദേഷ്യം വരുമ്പോ തോന്നുന്നൊക്കെ പറയുന്നുള്ളത് നാളെ നിങ്ങൾ ഇടണം. നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു ഭാഗം പോലും നിങ്ങൾ ചാനലിൽ ഇടണം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇമാം നബവി പറഞ്ഞു അവര് അള്ളാഹു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല എന്ന്. അവർ ആരാധിച്ചിരുന്ന ആരാധ്യൻ അള്ളാഹുവല്ല. അവർ അള്ളാഹ് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ അല്ല മക്കയിലെ മുശ്രിക്കീൻ. ഇമാം നബവി പറയാ ഈ ആയത്തൊക്കെ കണ്ട ഇമാം നബവി പറയാ, നിങ്ങൾ പറയാ റസൂലുള്ള പരിചയപ്പെടുത്തിയ അള്ളാഹു. എന്റെ ഫോണിക്കാണ് ഇജ്ജ് വിളിച്ചിരിക്കണതേ, എന്നെ പറയാനൊക്കെ ഇജെന്തെങ്ങനെ പാട്ട് പാടുന്നേ? ഇത് പറയാൻ അനുവദിക്ക്, പറയാൻ അനുവദിക്ക്. എന്ത് സക്കാഫിയാണ് ചങ്ങായി? ഏതാണ് സക്കാഫത്ത് സുന്നയിൽ നിന്ന് പഠിപ്പിക്കണേ? ഇതാണോ സക്കാഫത്ത് സുന്നയിൽ നിന്ന് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യന് വിളിച്ചിട്ട് മാന്യത ഇല്ലാണ്ട് ഇങ്ങനെ കലകലകലെന്ന് പാടാനാണോ സുന്നയിൽ നിന്ന് എന്നെ പഠിപ്പിച്ചിരിക്കണത്? ഒന്ന് സബൂറാവ്. ഞാൻ പറയട്ടെ, എന്നെ ചോദ്യം ചെയ്യാനല്ലേ ഇജ്ജ് വിളിച്ചിരിക്കണേ? എന്റെ ഉത്തരം പറയാൻ അയക്ക്. എന്താണ് ആശിമേ? എന്ത് സക്കാഫിയാണ് ആശിമേ? എന്താണ് ആശിമേ? ഒരു കാര്യം പറയുമ്പോ ഒന്ന് സബൂറാവിയേ. അപ്പോ പറയട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക മണലാരണ്യത്തിൽ വന്ന് ദഅവത്ത് നടത്തിയപ്പോ ആ ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അള്ളാഹിനെ പരിചയപ്പെടുത്തലായിരുന്നോ? നിങ്ങൾ പറയും. അപ്പൊ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്ന് പറഞ്ഞു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തലല്ല, അള്ളാഹുലേക്ക് മാത്രം എന്ന് ഇവിടുത്തെ സലഫി പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പറയുന്ന നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള അബൂ ലഹബിനും മറ്റു ആളുകൾക്കും അവർക്ക് നടന്നാ മതി പറയട്ടെ. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് ഇതിന് ആളുകൾ കേട്ടാല് പ്രശ്നമാവും. ഇനി വിളിക്കണം എന്നില്ല. നിങ്ങൾക്ക് ബേജാറെന്താ? ഞാൻ വിളിക്കും, എനിക്ക് ഇമാമത്തുള്ളതാ. ഞാൻ അങ്ങോട്ട് കയറുക. ഞാൻ വിളിക്കും. ഇഷ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളെ വിളിക്കും. ഞാൻ വിളിക്കും. സംസാരിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഹാഷിം സഖാഫി എന്ന് പറയുന്ന തിരുവനന്തപുരത്തു നിന്ന് വിളിച്ച ഇദ്ദേഹം ഇമാമത്ത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പക്ഷേ നിരപരാധിയായിരിക്കാം. കാര്യം കുറേ മുസ്ലിയാക്കന്മാർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. അതിലേതോ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ഒരു നിലപാടുമില്ലാതെ വിമർശിച്ചതാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കാം അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെതിരെ 2 വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. അവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്താണോ പറഞ്ഞത് അത് നമ്മൾ വ്യക്തമായിക്കൊണ്ട് വീണ്ടും ഈ വീഡിയോയിലൂടെ പലതവണ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വേറെ അള്ളാഹുവിലല്ല മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതും. അതെന്താണ് എന്നുള്ളതൊക്കെ ഖുർആൻ സഹിതം ആയത്തുകൾ സഹിതം നമ്മൾ കാണിച്ചതാണ്. പിന്നെ ഇവിടെ ഹാഷിം സഖാഫി പറയുന്നത് ഇമാം നവവിയുടെ ഷർഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്വഹീൽ മുസ്ലിമിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് മറ്റൊരു അള്ളാഹു ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പല തവണ ചോദിച്ചിട്ടും അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല. അത് പറയുന്നതോടെ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാവുമായിരുന്നു. അത് പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇമാം നവവിയുടെ ഷർഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഭാഗം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ വേറെ അള്ളയല്ല എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത്. അത് ഇന്നും ആ കാര്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതാരാണ് എന്താണ് എന്നുള്ളത് മക്ക മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. എന്നാൽ റഹ്മാനും റഹീമുമായ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അവർ
അംഗീകരിക്കൂല. അത്രേ ഉള്ളൂ. ഇന്നത്തെ ഇവിടെയുള്ള ആളുകളും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മറ്റു പലരിലേക്കും മറ്റു പല മയ്യത്തുകളിലേക്കും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇന്നും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ വിളിക്കുന്ന ആളുകൾ പരമാവധി സംവദിക്കാൻ ശ്രമിക്കുക, സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ വയലു പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ ഒരു ക്ലാഷ് വന്നത് എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അറിയാത്തവരല്ലായിരുന്നു മക്ക മുശ്രിക്കുകൾ. അവർ കാറ്റിലും തിരമാലയിലും പെട്ടാൽ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകളിൽ പലരും, ഇന്ന് നമ്മൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ അവിടെ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തിരിക്കുന്ന ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത്, ഇനി വേറെ ആരുമില്ല ബദ്രീങ്ങളെ, നിങ്ങൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ നിങ്ങളൊന്ന് അടിസ്ഥാനമാക്കുക. മക്ക മുശ്രിക്കുകൾ അവർ മറ്റാരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുവിനെ മാത്രമാണ് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ളത്, മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അത് തന്നെയാണ് ശിർക്ക്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ആളുകൾ ആലിഹകളാകുന്നത്, ആരാധനക്കർഹരാകുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. വേറെ ആർക്ക് ആരാധന നിർവഹിച്ചാലും അത് ഷിർക്കായി പോകും. അതാണ് മക്ക മുശ്രിക്കുകൾക്ക് സംഭവിച്ചത്. അത് മുക്കത്തെ മുശ്രിക്കുകൾക്ക് സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യത്തിലാണ് ഈ പറയുന്നത്. ഇനിയും വിളിക്കട്ടെ, സഖാഫിമാർ വിളിക്കട്ടെ, നമുക്ക് സംവദിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധ ഖുർആൻ ആയത്ത് എടുത്തുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കോ പോകാതെ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന അവരുടെ പാപ്പരത്വം തിരിച്ചറിയുക. വിളിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് വിളിച്ചില്ല എന്നുള്ളതും തിരിച്ചറിയുക എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.